الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أمن خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും അതിസൂക്ഷ്മമായി റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി എന്നെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഴക്കാലം നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി മോശമല്ലാത്ത രൂപത്തിലുള്ള മഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ വെള്ളത്തെയാണ്. മഴ വരാനൽപ്പം വൈകിയാൽ നമ്മളൊക്കെ പ്രയാസത്തിലും ഒരാശങ്കയിലും സങ്കടത്തിലുമൊക്കെയാണ്.
അതിശക്തമായ ചൂടാകും. അതുപോലെ തന്നെ നമ്മുടെ ജലസ്രോതസ്സുകളിലൊക്കെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മെ പ്രയാസത്തിലും ദുഃഖത്തിലുമൊക്കെ എത്തിക്കും. എന്നാൽ നമുക്ക് സന്തോഷം പകർന്നുകൊണ്ട് നമ്മിലേക്ക് ഈ മഴ എത്തുമ്പോൾ എല്ലാവരും ആ വെള്ളം ഉപയോഗിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു വിശ്വാസി അതിനെ നോക്കിക്കാണുന്നത് മറ്റൊരു തലത്തിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ എന്ന അത്ഭുത പ്രതിഭാസത്തെ പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഴയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. മഴ അത്യത്ഭുതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് മഴ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ, അവനാണ് ആകാശത്തു നിന്ന് കോരിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ, നിങ്ങൾക്കതൊരു പാനീയമാണ്, നിങ്ങൾ കുടിക്കുന്നത് ആ വെള്ളമാണ്. നിങ്ങളുടെ കന്നുകാലികൾക്ക് അത് ഉപയോഗപ്രദമാണ്, അവ കുടിക്കുന്നതും അത് തന്നെയാണ്. യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والعناب ومن كل الثمرات, ഒരുപാട് നിങ്ങളുടെ കൃഷിയിടങ്ങളിലെ ഫലഭൂയിഷ്ടമാക്കുന്നത് മുന്തിരികളും ഇത്തപ്പനകളും അതുപോലെ തന്നെ മറ്റെല്ലാ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സസ്യജാതികളൊക്കെ മുളപ്പിക്കുന്നത് ഈ മഴ കൊണ്ടാണ്. ഇതൊക്കെ വളരണമെങ്കിൽ ഇത് അനിവാര്യമാണ് എന്ന് അല്ലാഹു പറയുന്നു. സൂറത്ത് ശൂറയിലെ 28-ാമത്തെ ആയത്തിൽ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മത, മഴയെ അല്ലാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് അവനാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് അവന്റെ റഹ്മത്ത് അവൻ ഭൂമിയിൽ വ്യാപിപ്പിക്കുന്നു. മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ് എന്ന് അല്ലാഹു എടുത്തു പറയാൻ. അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ് മഴ എന്ന സൂറത്ത് ശൂറയിലൂടെ അള്ളാഹു പറയുന്നു. മഴയെക്കുറിച്ച് അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞത് സൂറത്ത് റൂമിന്റെ 24-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅ. ആയത്ത് അള്ളാഹു തുടങ്ങുന്നത് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ഒരു ആയത്താണ് മഴ. എന്താണ് ആയത്ത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ് നിങ്ങൾക്ക് മഴ എന്ന് പഠിപ്പിക്കുന്നു. സൂര്യൻ ആയത്താണ്, ചന്ദ്രൻ ആയത്താണ് എന്നൊക്കെ അള്ളാഹു പല അത്ഭുത പ്രതിഭാസങ്ങളെയും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മോട് പറയാറുണ്ട്. ഇതേ രൂപത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമാണ് മഴ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. വമിൻ ആയാതിഹി, അവന്റെ ആയത്താണ്, അവന്റെ ദൃഷ്ടാന്തമാണ്. യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും അതുപോലെ തന്നെ വയുനസ്സിലു മിനസ് സമാഇ മാഅ, ആകാശലോകത്ത് നിന്ന് നിങ്ങളിലേക്ക് കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചു തരുന്നതും വമിൻ ആയാതിഹി, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഒരു വിശ്വാസി മഴയെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. എന്തൊരു ഇടങ്ങേറാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണ്, വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ, നശിച്ച മഴ. ഇതൊന്നുമല്ല, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്നും അള്ളാഹുവിന്റെ ആയത്താണെന്നും അള്ളാഹുവിന്റെ റഹ്മത്താണെന്നും അള്ളാഹുവിന്റെ നിഅമത്താണെന്നും ഇത് കൂടാതെ ഇവരുടെ സൃഷ്ടിജാലങ്ങൾക്ക് ജീവിക്കുക സാധ്യമല്ല എന്നുമാണ് ഒരു വിശ്വാസി നോക്കിക്കാണുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ മഴയിലൂടെ തിരിച്ചറിയുകയാണ് ഒരു വിശ്വാസി. അങ്ങനെയാണോ നാം എന്ന് ഓരോരുത്തരും ആലോചിക്കണം. ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. തുടങ്ങിയത് എങ്ങനെയാണ്? ആയത്താണ് എന്നാണ്. ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നതോ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ബുദ്ധിയുള്ള
ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇത്തരം ഈ മഴയിൽ വല്ലാത്ത ദൃഷ്ടാന്തങ്ങളുണ്ട്. ആദ്യം പറഞ്ഞത് വമിൻ ആയാത്തിഹി, അവന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അവസാനം പറഞ്ഞതോ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കാറുണ്ടോ നമ്മൾ? മഴ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇതാണ്, ഇത് ചിന്തിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അതിലൂടെ റബ്ബിലേക്ക് എത്തണമെന്നും അവിടെയാണ്. ആയത്തുകളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ അത് കാണുമ്പോ അള്ളാഹുവിലേക്ക് എത്തണം. അതിന്റെ സൃഷ്ടാവാരാണോ, മഴയുടെ ദാതാവാരാണോ, ആ ദാതാവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ ആയത്തായിക്കൊണ്ടാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ മഴ വർഷിപ്പിച്ചു തരുന്നത്. എല്ലാവരും നോക്കിക്കാണും പോലെയല്ല ഒരു മുസ്ലിം, ഒരു വിശ്വാസി മഴയെ കാണേണ്ടത്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിലെ 68, 69, 70 വചനങ്ങൾ അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, മനുഷ്യരെ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അൽമാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് അഫറഅയ്തും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വെള്ളം എന്ന് പറഞ്ഞ് ആ വെള്ളം ഗ്ലാസ്സിലെടുത്ത് കുടിക്കുമ്പോ അഫറഅയ്തും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരെ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, കാർമേഘങ്ങളിൽ നിന്ന്, ഇരുണ്ടുമൂടിയ കാർമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ ഈ ജലത്തെ മഴയായി വർഷിപ്പിച്ചിട്ടുള്ളത്? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വെള്ളത്തെക്കുറിച്ച്? ആ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നു. നമ്മൾ എല്ലാരും കുടിക്കുന്നത് പോലെയല്ല വെള്ളം കുടിക്കേണ്ടത്. അതുകൊണ്ടാ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു കുടിക്കണം. ഇത് അല്ലാഹ് തന്നതാണ്, ഇത് അല്ലാഹ് തന്നതാണ്. ആ ചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അത് നാവിലൂടെ പുറത്തു വരണം. അത് കുടിച്ചിട്ടോ അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹ് തന്നതാണ്. ചോദിക്കുന്നു, അല്ലാഹ് ചോദിക്കാം, ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ, ആ റബ്ബിനെ കണ്ടെത്തിയിട്ടുണ്ടോ? ഈ വെള്ളത്തിന്റെ പുറകിലുള്ള അല്ലാഹുവിനെ കണ്ടെത്താൻ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമുക്ക് ചിന്തിക്കാൻ കഴിയണം, നമുക്ക് ആലോചിക്കാൻ കഴിയണം. എന്നിട്ട് അല്ലാഹ് അവസാനം പറയുന്നു, നോക്കൂ, ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തശ്കുറൂൻ, നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജഅൽനാഹു ഉജാജ, ആ ജലമുണ്ടല്ലോ, ആ വെള്ളമുണ്ടല്ലോ, നിങ്ങൾക്ക് മഴയായി വർഷിക്കുന്ന ആ ജലമുണ്ടല്ലോ, അത് നാം ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ, നിങ്ങൾ എന്താണ് നന്ദി കാണിക്കാത്തത്? ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ മഴ ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഭൂമിയിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുന്ന വെള്ളത്തിന്റെ സ്രോതസ്സുകൾ അധികവും ഏതാണ്? കടൽ ജലമാണ്, ഉപ്പുരസമുള്ള ജലമാണ്. ഇത് നീരാവിയായിട്ട് ആകാശത്തേക്ക് പോകുന്നു, അവിടെ സ്റ്റോർ ചെയ്യുന്നു. ആവശ്യാനുസരണം അള്ളാഹു നമുക്ക് വർഷിപ്പിക്കുന്നത് ഉപ്പുരസമുള്ള മഴയാണോ? അല്ല. അള്ളാഹു പറയുന്നു, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ലൗ നശാഉ ജഅൽനാഹു ഉജാജ, കാരണം അധികവും മുകളിലോട്ട് ഉയർന്നു പോകുന്ന ബാഷ്പീകരിക്കപ്പെടുന്ന നീരാവിയാക്കപ്പെടുന്ന ജലം കടൽ ജലമാണ്, ഉപ്പുജലമാണ്. പക്ഷേ നിങ്ങൾക്ക് നാം തരുന്നതോ ശുദ്ധമായ, നിങ്ങൾക്ക് കുടിക്കാൻ അനുയോജ്യമായ, നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഏറ്റവും നല്ല വെള്ളം. ഫലൗലാ തശ്കുറൂൻ, എന്ത് നിങ്ങൾ ആലോചിക്കാത്തത്? എന്ത് നിങ്ങൾ നന്ദി ചെയ്യാത്തത്? എന്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തത്? ഈ കുടിക്കുന്ന വെള്ളം, ഇതിനെക്കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ആലോചിക്കണ്ടേ? ഇതാണ് അല്ലാഹു ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് എന്റെയും നിങ്ങളുടെയും മറുപടി എങ്ങനെയാവണം? അൽഹംദുലില്ലാഹ്, നന്ദിയുടെ ആവണം. ഇബാദത്തുകൾ അല്ലാഹുവിന് അർപ്പിച്ചുകൊണ്ടാവണം. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാണ് വളരെ കൃത്യമായിട്ട് നമ്മോട് പഠിപ്പിക്കുന്നത്. നന്ദി ചെയ്യണം നിങ്ങൾ. മഴ നമുക്ക് നൽകുന്നതിന് പകരം നന്ദിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? സൂറത്തുൽ ബഖറ 22-ാമത്തെ വചനം, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി
നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു മേൽക്കൂരയെന്നോണം ആകാശത്തെ നിങ്ങളുടെ ഉപരിലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതും റഹ്മാനായ റബ്ബാണ്. മാത്രമല്ല വഅൻസല മിനസ്സമാഇ മാഅ, ഉപരിലോകത്ത് നിന്ന് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന മഴ വർഷിപ്പിച്ചു തരുന്നതും അവനാണ്. എന്നിട്ടോ فأخرج به من الثمرات رزقا لكم, നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ട് കായികനികൾ ഫലഭൂയിഷ്ടമായ അത്തരം വിഭവങ്ങൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നത് ഈ മഴയിലൂടെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നത്. സസ്യങ്ങൾ, ഫലങ്ങൾ, കായികനികൾ, പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ്. എന്നിട്ട് അല്ലാഹു ഒരു കാര്യം പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കെ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കെ, ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നത് അള്ളാഹുവാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കെ, ആകാശത്ത് ഒരു മേൽക്കൂരയെന്നോണം നിങ്ങൾക്ക് സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നത് അള്ളാഹുവാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ, ആ ആകാശ ലോകത്ത് നിന്ന് കോരിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരുന്നതും ആ മഴയിലൂടെ സസ്യലതാദികളെ നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നതും അള്ളാഹുവാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അവന് പിന്നെ നിങ്ങൾ സമന്മാരെ സൃഷ്ടിക്കരുതേ, അള്ളാഹുവിന് നിങ്ങൾ തുല്യന്മാരെ സൃഷ്ടിക്കരുതേ. നിങ്ങളുടെ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ മുമ്പിലാക്കണേ. അതാ പറഞ്ഞത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കാവോ? ഇത് അള്ളാഹുവാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാമോ? അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കാമോ? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ. ആ രൂപത്തിലുള്ള ഒരു നന്ദി കെട്ട പ്രവർത്തനം മനുഷ്യരെ നിങ്ങളിൽ നിന്ന്, ഇത് തിരിച്ചറിഞ്ഞ വിവരമുള്ള ബുദ്ധിയുള്ള നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ഞാൻ ഓതി വെച്ച സൂറത്തുൻ നംലിലെ 60-ാമത്തെ വചനം അല്ലാഹു ചോദിക്കുകയാണ്, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ فأنبتنا به حدائق ذات بهجة. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? ആകാശത്തു നിന്ന് കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിക്കുകയും അതിൽ നിന്ന് ഇടതൂർന്ന അതിഭംഗിയുള്ള ഭംഗിയുള്ള ആ രൂപത്തിലുള്ള തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ ആരാണ്? എല്ലാവർക്കും അറിയാം, നമ്മൾ ആരുമല്ല, അള്ളാഹുവാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അതിൽ നിന്ന് ഒരു സസ്യം പോലും മുളപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ലല്ലോ. എന്നിട്ട് അല്ലാഹു ചോദിക്കുക, അള്ളാഹുവിനോടൊപ്പം വേറെ ആരാധ്യരോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ, നിങ്ങൾക്ക് നേർച്ച കൊടുക്കാൻ, നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ, നിങ്ങൾക്ക് ഭയപ്പെടാൻ, നിങ്ങൾക്ക് പ്രയാസങ്ങളിൽ ഭരമേൽപ്പിക്കാൻ അല്ലാഹുവോടൊപ്പം മറ്റു പല ദൈവങ്ങളെയുമാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നത്? ആരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആർക്കാണ് നമ്മൾ നേർച്ചകൾ നേരുന്നത്? ആരിലേക്കാണ് നമ്മൾ ഭരമേൽപ്പിക്കുന്നത്? മഴയില്ല എങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന, കുടിവെള്ളം ലഭിച്ചിട്ടില്ല എങ്കിൽ മരണപ്പെട്ടു പോകുന്ന അങ്ങേ അറ്റം ദുർബലരായ അള്ളാഹുവിന്റെ സൃഷ്ടികളോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അതല്ല, ആ മഴയുടെ ദാതാവായ അള്ളാഹുവിനോടാണോ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ആരോടാണ് നിങ്ങൾ, ആർക്കാണ് നിങ്ങളുടെ ഇബാദത്തുകൾ? ആരോടാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ? ഇതാണ് മഴയിലൂടെ ഒരു വിശ്വാസി തൗഹീദിലേക്ക് എത്തിച്ചേരണമെന്നാണ്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരണമെന്നാണ്, തൗഹീദ് മനസ്സിലാക്കണമെന്നാണ്. മഴയുടെ ദാതാവിനെ, അത് നൽകുന്നവനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ഇബാദത്തുകൾ അള്ളാഹുവിന് അർപ്പിക്കുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹ് ബിൽ ഹുദൈബിയ്യ ഫി ഇത്രി സമാ കാനത് മിനൽ ലൈൽ. അതാ ഒരു ദിവസം നന്നായിട്ട് മഴ പെയ്തു,
പിറ്റേന്ന് രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോടൊപ്പം സുബ്ഹി നമസ്കരിച്ചു. ഫലമ്മൻ സറഫ അഖബല അലന്നാസ്, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, അല്ലാഹ് പറഞ്ഞതെന്താണെന്ന്, അല്ലാഹു അവതരിപ്പിച്ചതെന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും പ്രവാചകനുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നതെന്ന് അവർ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, അഥവാ പ്രഭാതത്തിൽ ചില മനുഷ്യന്മാരുണ്ട്, എന്താണ് അവരുടെ പ്രത്യേകത? അവർ എന്റെ അടിമകളാണ്, പക്ഷേ മുഅ്മിനും ബി വകാഫിർ, ചില ആളുകൾ കാഫിറുകളാണ്, ചില ആളുകൾ മുഅ്മിനുകളാണ്, സത്യവിശ്വാസികളാണ്. അങ്ങനെ ചില അടിമകളുണ്ട്. എന്താണ് അവരെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഅമ്മാ മൻ ഖാല മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കവാകിബ്. അഥവാ ഇന്നലത്തെ രാത്രിയത്തെ മഴയ്ക്ക് ശേഷം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ ഫദ്ല് കൊണ്ടുമാണ് നമ്മൾക്ക് ഇന്നലെ മഴ ലഭിച്ചതെന്ന് പറഞ്ഞവർ, അവർ മുഅ്മിനും ബി, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. വകാഫിറുൻ ബിൽ കവാകിബ്, അവർ നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചവരാണ്. അഥവാ ചില ആളുകൾക്കുണ്ട് ഇന്ന രാശി കൊണ്ട്, ഇന്ന കാലം കൊണ്ട്, ഈ കാലമായത് കൊണ്ട്, ഇല്ലേ, ചില അത്തരത്തിലുള്ള ചില ഞാറ്റുവേല കൊണ്ട് എന്നുള്ള ചില വിശ്വാസങ്ങളുണ്ട്. അത്തരം വിശ്വാസങ്ങൾ അപകടമാണ്, അബദ്ധമാണ്. അത് ജാഹിലിയത്തിന്റെ ആളുകളുടെ വിശ്വാസമാണ്, അത് മുഅ്മിനിന്റെതല്ല, അത് അവിശ്വാസിയുടെ സ്വഭാവമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. മറിച്ച് മഴ വന്നാൽ ഒരു വിശ്വാസി പറയേണ്ടത് മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതി, ഇതാണ് വിശ്വാസിയുടെ നാവിൽ നിന്ന് വരേണ്ടത്. അള്ളാഹു തന്നതാണ്. ഇതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഫഅമ്മാ മൻ ഖാല മുത്തിർനാ ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറുൻ ബി മുഅ്മിനും ബിൽ കവാകിബ്, അതിനാൽ ഇന്ന നാറ്റുവേല കാരണമാണ് നമുക്ക് മഴ തന്നിട്ടുള്ളത് എന്നുള്ള വിശ്വാസമുള്ളവർ അവർ എന്നിൽ അവിശ്വസിക്കുകയും നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴ ലഭിക്കുക എന്നുള്ളത് അവന് പരലോകബോധം ഉണ്ടാക്കും. പരലോകബോധം, മഴയെ നോക്കുക, മഴയെ പഠിക്കുക, മഴയെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി. നോക്കൂ, അല്ലാഹു പറയാൻ, വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത് ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലിക നുശൂർ. സൂറത്ത് ഫാത്തിറിലെ 9-ാമത്തെ വചനമാണ്. കാർമേഘങ്ങളെ കൊണ്ടുവന്നിട്ടതാ അല്ലാഹു എവിടെയാണത് പെയ്യിപ്പിക്കുന്നത്? ഇലാ ബലദിൻ മയ്യിത്, നിർജീവമായി കിടക്കുന്ന, വിണ്ടുകീറി കിടക്കുന്ന, ഉണങ്ങി തരിശായി കിടക്കുന്ന, ഒരു സസ്യലതാദികളൊന്നും മുളയ്ക്കാത്ത ഉണങ്ങി തരിശായി കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തിന് മുകളിൽ ആ കാർമേഘം ഒരു മഴയായി പെയ്തപ്പം ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, മരണപ്പെട്ടതിന് ശേഷം അഥവാ നിർജീവമായി കിടന്ന ആ ഭൂമിയിലേക്ക് നോക്കൂ നിങ്ങൾ. അവിടെ അതാ ചെറിയ ചെറിയ പുല്ലുകൾ മുളച്ചു വരുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന ചില പിച്ചില്, ആ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോ നമുക്ക് തോന്നും ഇവിടെ ഒരു ചെടിയും ഉണ്ടാവൂല. എന്നാലോ അവിടെ ഇങ്ങനെ തരിശായി ക്ലീൻ ആയിട്ട് കിടന്നാൽ അവിടെ ഒരു മഴ പെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോയി നോക്കിയാലോ അവിടുന്ന് ഇങ്ങനെ കിളിർത്തു വരുന്നുണ്ടാകും. ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ കദാലിക നുശൂർ. ഞാൻ എല്ലുകൾ, എന്റെ ശരീരങ്ങൾ മണ്ണിൽ ലയിച്ചു പോയതിന് ശേഷം, എന്റെ എല്ലുകൾ ഖബറിൽ മണ്ണിൽ അത് നുരുമ്പിപ്പോയതിന് ശേഷം, കാലങ്ങൾക്ക്, വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഞാൻ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുകയോ, എനിക്ക് വീണ്ടും ഒരു ജീവിതമോ എന്ന് ആലോചിക്കുന്ന മനുഷ്യ, ഉണങ്ങി തരിശായി കിടന്ന ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തായ മഴ വർഷിക്കുമ്പോ അവിടെ നിന്ന് സസ്യലതാദികൾ മുളച്ചു വരുന്നത് പോലെ ഖബറിടങ്ങളിൽ നിന്ന് മനുഷ്യ നിന്നെ അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നതാണ്. നിന്റെ നന്മതിന്മകളെ ചോദ്യം ചെയ്യുന്നതാണ്. പരലോക ജീവിതമുണ്ട്. ഈ ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ. തിരിച്ചറിയണം നമ്മൾ
ആലോചിക്കണം. ഒരു വിശ്വാസി മഴയെ ഇങ്ങനെയെല്ലാമാണ് കാണേണ്ടത്. കേവലം ഒരു മഴയല്ല ഒരു വിശ്വാസിക്ക്. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, തീർന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിന്റെ 20-ാമത്തെ വചനത്തിൽ യഅലമൂ, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹും വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ദുനിയാവ് ഇതൊരു കളിയാണ്, ഇതൊരു തമാശയാണ്, ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഇവിടെ ഇങ്ങനെ അല്പം പൊങ്ങച്ചൊക്കെ കാണിച്ച് സമ്പത്തിന്റെ പേരിൽ, മക്കളുടെ പേരിൽ, ദുനിയാവിന്റെ പേരിൽ, ചില സ്ഥാനമാനങ്ങളുടെ പേരിൽ ഞാൻ എന്തൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു നടത്തം. ഇത് അത്രേ ഉള്ളൂ, ഇതിന് വലിയ വിലയൊന്നുമില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. മഴയിൽ കിളിർത്തു വരുന്ന ഒരു ചെടി പോലെയാണ് മനുഷ്യ നിന്റെ ജീവിതം. അതെന്താകും? അതിങ്ങനെ കാണുമ്പോ അത്ഭുതപ്പെടും നമ്മളിങ്ങനെ മനുഷ്യ ജീവിതം, എന്റെ സമ്പത്ത്, എന്റെ ബാങ്കിലെ ബാലൻസ്, എന്റെ വാഹനം, എന്റെ വീട്, എന്റെ മക്കൾ, അവരുടെ ജോലി, അവരുടെ ആസ്തി, ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒന്ന് അത്ഭുതപ്പെടും. സത്യനിഷേധികൾ ആ രൂപത്തിൽ അത്ഭുതപ്പെടും, അതിശയിക്കും. എന്നിട്ടോ അല്ലാഹു പറയുകയാണ്, യഹീജു ഫതറാഹു മുസ്ഫറാ. ആ മഴ അങ്ങ് പോകുമ്പോയോ ആ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങാൻ തുടങ്ങും, അതിനൊക്കെ ഒരു മഞ്ഞ കളർ വരാൻ തുടങ്ങും. അത് പിന്നെ ഉരുമ്പിപ്പോകും. ഇത്രയുള്ളൂ മനുഷ്യ. ഇന്ന് നല്ല ആരോഗ്യമുണ്ടോ, നല്ല യുവത്വമുണ്ട്, നല്ല മസിൽ പവറുണ്ട്, നല്ല സമ്പത്തുണ്ട്, നല്ല സ്ഥാനമാനങ്ങളുണ്ട്, മാന്യനാണ്, ജനങ്ങളൊക്കെ നമ്മെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മഞ്ഞ കളർ വരും, അതൊക്കെ നുരുമ്പിപ്പോകും. ഇതൊന്നും കിബർ കാണിക്കാനുള്ളതല്ല എന്ന് ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു. ഇതൊക്കെ ഒരു കളിയും തമാശയാണ്. ഇത് നിങ്ങളെ വഞ്ചിച്ച് കളയും. ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് വഞ്ചിച്ച് കളയും. ചിന്തിക്കണം, തിരിച്ചറിയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. മഴ നമ്മെ നന്നാക്കണം, നമുക്ക് പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. എല്ലാവരും നോക്കിക്കാണുന്നത് പോലെയല്ല ഒരു വിശ്വാസി മഴയെ നോക്കിക്കാണേണ്ടത്. ആ മഴയിലൂടെ അല്ലാഹുവിലേക്ക് എത്താനും, ആ മഴയുടെ ദാതാവിന്റെ മുമ്പിൽ ഒരു വിനീതനായ അടിമയായി, നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ മഴയെ സമീപിക്കുന്നവനാണ് ബുദ്ധിശാലിയായ, വിവേകശാലിയായ ഒരു വിശ്വാസി എന്നാണ് ഈ ഖുർആനിന്റെ വചനങ്ങൾ, പ്രവാചകന്റെ ഹദീസുകളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ, മുത്തഖീങ്ങളായി ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഴ വർഷിക്കുമ്പോൾ ഒരു വിശ്വാസി അതിനെ പഴിക്കുകയല്ല വേണ്ടത്, അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങളും പദപ്രയോഗങ്ങളും ഉപയോഗിക്കുകയല്ല ഒരു വിശ്വാസി വേണ്ടത്. അത് ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് മഴ വർഷിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. അള്ളാഹുവേ, ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങൾക്ക് കാരണം എന്താ? നമുക്കറിയാലോ, ചില മഴകൾ അപകടമാണ്, ചില മഴ അത് ദുരന്തമായി തീരാറുണ്ട്, അത് ഉപദ്രവമായി തീരാറുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ. ആരാണോ നമുക്ക് മഴ തരുന്നത് ആ റബ്ബിനോട് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായി ഞങ്ങൾക്ക് നീ മഴ തരണേ എന്ന് പറയണം. മഴ നൽകിയാലോ, മഴ ലഭിച്ചാലോ, നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ നമ്മൾ പഠിച്ച ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ടാണ്, റഹ്മത്ത് കൊണ്ടാണ്, ഫദ്ല് കൊണ്ടാണ് ഈ മഴ ലഭിച്ചത് എന്നാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്.
അധികമായി മഴ ലഭിച്ചാൽ പ്രയാസകരമാകുമെന്ന് നമുക്ക് തോന്നിയാൽ, നമുക്ക് ആവശ്യത്തിന് മഴ ലഭിച്ചിട്ടുണ്ട്, ഇനിയും ലഭിച്ചാൽ അപകടമാണ് എന്ന് തോന്നിയാലോ അവിടെയും നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് മതി, ഇനി ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് നീ ഇത് കൊണ്ടുപോകണേ, ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളിൽ നിന്ന് നീ ഈ മഴയെ അകറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിത്തി ശജർ, അല്ലാഹുവേ പർവ്വതങ്ങളിലേക്കും അതുപോലെ തന്നെ മരങ്ങളുടെ വേരുകളിലേക്കും മൃഗങ്ങളുടെ മേച്ചിൽ സ്ഥലങ്ങളിലേക്കുമൊക്കെ കാടുകളിലേക്കുമൊക്കെ നീ ഇതാക്കണേ, ഞങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുണ്ടല്ല, അപകടം ഉണ്ടാക്കരുതേ, ദുരന്തം ഉണ്ടാക്കരുതേ എന്ന് ഈ മഴയുടെ ദാതാവായ മഴ നൽകുന്ന റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാവണം വിശ്വാസികളെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ നേടിയെടുക്കാനാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഴയിലൂടെ അള്ളാഹു നൽകിയ പാഠങ്ങൾ അത് തിരിച്ചറിയാനും അത് ഉൾക്കൊള്ളാനും അതിലൂടെ റബ്ബിനെ കണ്ടെത്തുവാനും റബ്ബിന്റെ മുമ്പിൽ നന്ദിയുള്ള അടിമകളായി ജീവിക്കാനും നമ്മൾ സദാ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.